ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഏപ്രിൽ 18 വിശുദ്ധ ഗാൽഡിൻ മെത്രാൻ. വിശുദ്ധ അംബ്രോസും വിശുദ്ധ ചാൾസ് ബൊറോമിയോയും കഴിഞ്ഞാൽ മിലൻ നിവാസികൾക്ക് ഏറ്റവും ഇഷ്ടം വിശുദ്ധ ഗാൽഡിനെയാണ്. അദ്ദേഹം മിലാനിലെ ദെല്ലാ സ്കാല കുടുംബത്തിലെ ഒരംഗമാണ്. സമർത്ഥനായ ഗാൽഡിൻ പൗരോഹിത്യം സ്വീകരിച്ച ശേഷം മിലാൻ അതിരൂപതയുടെ ചാൻസലറായി സേവനം ചെയ്തു. റോമിലെ പാപ്പാസ്ഥാനത്തെ പിന്തുണച്ചും ആന്റിപോപ്പായിരുന്ന വിക്ടർ നാലാമന്റെ നേതൃത്വം ശക്തമായ നിലപാടുകൾ സ്വീകരിച്ചു. വിക്ടർ നാലാമനെ അനുകൂലിച്ചിരുന്ന ഫെഡറിക് ബാർബോസ മിലൻ പിടിച്ചെടുക്കുന്നതിന് 1161 പടയോട്ടം നടത്തി. ബാർബോസ ചക്രവർത്തി വരുന്നു എന്ന് കേട്ടപ്പോഴേ ഗാൽഡിൻ ഭയന്ന് ഓടിപ്പോയി. ബാർബോസ പിൻവാങ്ങിയപ്പോൾ സ്ഥലത്തുണ്ടായിരുന്നില്ലെങ്കിലും അദ്ദേഹത്തെ മിലാൻ ആർച്ച് ബിഷപ്പായി തിരഞ്ഞെടുത്തു. മാത്രമല്ല 1163 കർദിനാളുമാക്കി. ബാർബോസ മിലാൻ നഗരം നശിപ്പിച്ച് തരിപ്പണമാക്കിയിരുന്നു. ഗാൽഡിൻ തിരിച്ചുവന്ന് നഗരം പുനരുദ്ധരിക്കുന്നതിന് ജനങ്ങളോടൊപ്പം പരിശ്രമിച്ചു. തീക്ഷ്ണമായ ദൈവസ്നേഹത്തോടെ അദ്ദേഹം ചെയ്തിരുന്ന പ്രസംഗങ്ങൾ മിലാൻ ജനതയെ ആവേശഭരിതരാക്കി. 76-ാമത്തെ വയസ്സിൽ കത്തീഡ്രലിൽ ഒരു പ്രസംഗം ചെയ്തു കഴിഞ്ഞ ഉടനെയാണ് ഗാൽഡിൻ തന്റെ പ്രസംഗങ്ങളുടെയും അധ്വാനങ്ങളുടെയും പ്രതിഫലം വാങ്ങാൻ സ്വർഗത്തിലേക്ക് യാത്രയായത്. അലക്സാണ്ടർ മൂന്നാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധനായി നാമകരണം ചെയ്തു. മിലാന്റെ സ്വർഗീയ മധ്യസ്ഥരിൽ ഒരാളായി വിശുദ്ധ ഗാൽഡിൻ ആദരിക്കപ്പെടുന്നു. വിചിന്തനം: ദൈവം നമുക്ക് ഭയത്തിന്റെയല്ല, ശക്തിയുടെയും സ്നേഹത്തിന്റെയും വിവേകത്തിന്റെയും ആത്മാവിനെയാണ് നൽകിയിരിക്കുന്നത്. ആകയാൽ നമ്മുടെ കർത്താവിന്റെ സാക്ഷ്യത്തെയും അവിടുത്തെ തടവുകാരനായ എന്നെയും കുറിച്ച് ലജ്ജിക്കാതെ സുവിശേഷ പ്രചരണത്തിനായി ദൈവശക്തിക്കൊത്തവണ്ണം എന്നോടുകൂടെ അധ്വാനിക്കുക. താങ്ക് യു.